സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ കാട്ടാന ആക്രമണം. വയനാട് മുടക്കൊല്ലിയിൽ യുവാവിന് പരുക്കേറ്റു. പാലക്കാട് കഞ്ചിക്കോട് ജനവാസ മേഖലയിൽ വീണ്ടും അള്ളാച്ചിക്കൊമ്പനെത്തി. തൃശൂർ ചീരക്കുണ്ടിലും തൊടുപുഴ ഈസ്റ്റ് കല്ലൂരിലും നിലമ്പൂരിലും കാട്ടാനയിറങ്ങി. ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്ന വയനാട് മുടക്കൊല്ലി സ്വദേശി അഭിലാഷിനാണ് പരിക്കേറ്റത്. വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന ഓട്ടോറിക്ഷയും കാട്ടാന തകർത്തു. 1.5 മാസം മുൻപ് ശ്രമകരമായ ദൗത്യത്തിലൂടെ വനംവകുപ്പ് കാടുകയറ്റിയ തമിഴ്നാട്ടിൽ നിന്നെത്തിയ അള്ളാച്ചിക്കൊമ്പൻ വീണ്ടും കഞ്ചിക്കോട്ടെ ജനവാസ മേഖലയിൽ ഇറങ്ങി. ഇന്നലെ രാത്രി എത്തിയ കാട്ടാന പ്രദേശത്ത് വ്യാപകമായി നാശം വിതച്ചു. ഒറ്റക്കൊമ്പൻ ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെ തുടരുകയാണ്. സ്ഥിരം ഒന്നരാണ് വലിയച്ഛനോട് ഇന്നലെ വന്നു, ഇന്നിവിടെ വന്നു. 15 ദിവസം മുന്നേ ഇതിന് ആട്ടി എല്ലാം കുങ്കിയാനും വന്ന് ആട്ടി വെളിയിൽ വിട്ടതാണ്. കാട്ടിനോട് യോജിച്ചാൽ തന്നെ ഇവിടെ കൃഷി നടത്താനും ഞങ്ങൾ കൃഷിമേഖലയോടെ ജീവിക്കുന്നത്. അത് കാരണം ഇത് തുറത്ത് തന്നെ വേണം. അതിന് സംവിധാനം ഗവൺമെൻറ് ചെയ്തില്ലെങ്കിൽ പ്രക്ഷോഭം ഉണ്ടാക്കുകയും വേണം. അല്ലാണ്ട് ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. ഇനി തൃശൂർ ചീരക്കുണ്ടിലും ഈസ്റ്റ് തൊടുപുഴ കലൂരിലും കാട്ടാനകൾ ഇറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. കടവ് വിളിച്ച് പറയാ, മല റോഡിൽ നിന്ന് മാറാൻ പറയാ. നിലമ്പൂർ പാത്തിപ്പാറയിൽ കാട്ടാന വ്യാപകമായി കൃഷി നശിപ്പിച്ചു. പാത്തിപ്പാറ സ്വദേശി ഷാഹുൽ ഹമീദിന്റെ കൃഷിയിടത്തിലാണ് ആന ഇറങ്ങിയത്. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 പാലക്കാട്. പാലക്കാട് മണ്ണാർക്കാട് കാഞ്ഞിരപ്പുഴ കാഞ്ഞിരത്ത് നിന്നും പെരുമ്പാമ്പിനെ പിടികൂടി. മണ്ണാർക്കാട് RRT സംഘമാണ് പെരുമ്പാമ്പിനെ പിടികൂടിയത്. പാമ്പിനെ ഉൾവനത്തിലേക്ക് തുറന്നുവിട്ടു.